അവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 47 ശ്ലോകം 23, 24, 25, 26, 27, 28, 29 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഉദ്ധവൻ ആ ഗോപസ്ത്രീകളുടെ ആ പ്രേമഭക്തി കണ്ടിട്ട് അത്ഭുതത്തോടും ആനന്ദത്തോടും എന്തൊക്കെയാ വികാരങ്ങളാണ് ഉദ്ധവന് ഉണ്ടായതെന്നറിയില്ല. ഉദ്ധവനതിന് ആദ്യം അവരെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ സന്ദേശം അവരെ കേൾപ്പിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഉദ്ധവ ഉവാച അഹോ യൂയം സ്മ പൂർണാർത്ഥ ഭവത്യോ ലോകപൂജിതാ വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മന. ആദ്യമായിട്ട് ഗോപസ്ത്രീകളുടെ ഭക്തിയെ കുറിച്ച് ഉദ്ധവൻ സ്തുതിക്കുന്നു. അഹോ, അത്യാശ്ചര്യം തന്നെ. ഇങ്ങനെയുള്ള ഈ മാതിരിയുള്ള ഒരു ഭക്തിവിശേഷം ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നിങ്ങൾക്ക് ഇനി സാധിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. നിങ്ങളെ കൃതാർത്ഥകളായിട്ട് ഭവിച്ചു. ലോകം നിങ്ങളിൽ നിന്ന് പ്രേമഭക്തി അഭ്യസിക്കും. അതുകൊണ്ട് നിങ്ങളെ ഭക്തി പഠിപ്പിക്കുന്ന ഗുരുഭൂതകളാണ്. നിങ്ങൾ തന്നെയാണ് ലോകപൂജ്യകള്. എന്തുകൊണ്ടെന്നാൽ സമസ്ത കല്യാണ ഗുണധാമാവായിരിക്കുന്ന ഭഗവാനായ ശ്രീ വാസുദേവന് നിങ്ങളുടെ മനസ്സ് ഇപ്രകാരം ലയിച്ചിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ജന്മപ്രയോജനം, ജന്മസാഫല്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ദാനവ്രത തപോഹോമ ജപസ്വാധ്യായ സംയമൈ ശ്രേയോ വിവിധൈശ്ചാന്യൈ കൃഷ്ണേ ഭക്തി സാധ്യതേ. ശ്രീകൃഷ്ണനിൽ മനസ്സ് ലയിച്ചത് കൊണ്ട് കൃതാർത്ഥകളായെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഉറപ്പിച്ചു പറയാം. ശാസ്ത്രോക്തങ്ങളായ ദാനാദികൾ കൊണ്ടും കർമ്മയോഗം, അഷ്ടാംഗയോഗം മുതലായ മറ്റ് ശ്രേയസാധകങ്ങൾ കൊണ്ടും, ശാസ്ത്രോക്തങ്ങളായ ദാനാദികൾ കൊണ്ടും കർമ്മയോഗം, അഷ്ടാംഗയോഗം മുതലായ മറ്റ് ശ്രേയസാധനകൾ കൊണ്ടും മനുഷ്യർ സമ്പാദിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭക്തി തന്നെയാണ് എന്ന് ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നു. അപ്പൊ ദാനാദി സകല കർമ്മങ്ങളെയും ഫലഭാംക്ഷ കൂടാതെ ചെയ്താൽ അന്തഃകരണം ശുദ്ധമാകും. അപ്പോ ഭഗവത് കഥാശ്രവണത്തില് താല്പര്യം ഉണ്ടാവും. തന്നിമിത്തം ഭഗവത് ഭക്തിയും, അങ്ങനെ ഭഗവത് കഥാശ്രവണത്തിൽ താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തി വർദ്ധിക്കും. സംസാരബന്ധനാശവും അന്തേ മുക്തിയും സിദ്ധിക്കും എന്നുള്ള ആ ശാസ്ത്രവാക്യങ്ങൾ വിശ്വസിച്ചിട്ടാണ് സകല ജനങ്ങളും ദാനാദി കർമ്മങ്ങൾ ചെയ്യണത് എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ഭഗവത്യുത്തമ ശ്ലോകേ ഭവതീഭി അനുത്തമാ ഭക്തി പ്രവർത്തിതാദിഷ്ട്യ മുനീനാമപി ദുർലഭ. സംസാര ചിന്ത നിശേഷം ഉപേക്ഷിച്ച് ഭഗവത് പാദത്തെ തന്നെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മുനിമാർക്ക് കൂടി സിദ്ധിക്കാൻ പ്രയാസമായിരിക്കുന്ന ആ ഭഗവത് ഭക്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. ഇത് മഹാഭാഗ്യമാണ്. എന്തൊരു അത്ഭുതം എന്ന് പറയണം ഉദ്ധവൻ. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീതയൂയം യത് കൃഷ്ണാഖ്യം പുരുഷം പരം. പുത്ര, മിത്ര, ഭർത്തൃഭവനാദികളായ സംസാരഭാവങ്ങൾ ഇതൊക്കെ അനിത്യങ്ങളാണ്, ദുഃഖഹേതുക്കളാണ്, ജനിമൃതികളെ വർദ്ധിപ്പിക്കുന്നവയാണ്, താൽക്കാലികങ്ങളാണ്, അനന്ത ക്ലേശ നിദാനങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ നിങ്ങള്
അവയെ എല്ലാം ഉപേക്ഷിച്ച് സംസാരബന്ധത്തെ വേരോടെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്ന പരമപുരുഷനായ ശ്രീകൃഷ്ണനെ സർവാത്മനാ വരിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ ഭാഗ്യാതിശയം തന്നെയാണ് എന്ന് ഉദ്ധവൻ പറയുന്നു. സർവാത്മഭാവോധികൃതോ ഭവതീനാം അധോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാന്മേ അനുഗ്രഹകൃത. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണനിൽ നിങ്ങൾക്ക് സർവോത്കൃഷ്ടമായ ഏകാന്ത ഭക്തി സിദ്ധിച്ചു. നിങ്ങളുടെ ഭാഗ്യം അവർണ്ണനീയം തന്നെയാണ്. വേർപാടും സംയോഗവും നിങ്ങൾക്ക് ഭേദമില്ല. എന്നാൽ ഇപ്പൊ ഈ വിരഹം നിമിത്തമുണ്ടായ ക്ലേശഭാവം എനിക്ക് അനുഗ്രഹമായി. നിങ്ങളുടെ പരമപ്രേമം കണ്ടപ്പോ ഇതാണ് ഭഗവത് ഭക്തിയുടെ സ്വരൂപം എന്ന് എനിക്ക് അറിയാനിടയായി. ഇത് കണ്ടതുകൊണ്ട് ഞാൻ അനുഗ്രഹീതനായി. ഞാൻ ഇങ്ങനൊരു ഭക്തി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് എന്നിൽ പ്രദർശിപ്പിച്ച വലിയ അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു. ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഖാവഹ യമാദായാഗതോ ഭദ്ര അഹം ഭർത്തു രഹസ്കര. ഇങ്ങനെ ഗോപികളുടെ ഭക്തിയുടെ അതിശയത്തെ പുകഴ്ത്തിയപ്പോ അവർക്ക് കുറച്ചൊരാശ്വാസം അതങ്ങൾ കേട്ടപ്പോ ഉണ്ടായിരുന്നു, മനസ്സിലായി ഉദ്ധവന്. അപ്പോൾ ഇനി പ്രിയ സന്ദേശം അറിയിക്കാനുള്ള സമയമായി എന്ന വിചാരത്തോടെ സന്ദേശം അവരെ കേൾപ്പിക്കാനായിട്ട് പുറപ്പെടുകയാണ് ഉദ്ധവൻ. തന്നിൽ നിന്ന് ഭിന്നനായ പുരുഷനെ, അതായത് ആ പരമപുരുഷനെ ഭർത്താവായി കരുതി സ്നേഹിക്കുന്നവരെ പതിവ്രതകള് എന്ന് പറയുന്നത് ലോകസ്വഭാവമാണ്. നിങ്ങളാവട്ടെ ആത്മാവിനെ തന്നെ ഭർത്താവായി കരുതി സർവാത്മന ഭജിക്കുന്നതിനാൽ നിങ്ങൾ അസാധാരണ പതിവ്രതകളാകുന്നു എന്ന് അങ്ങനെയുള്ള അഭിപ്രായത്തോട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഹേ സാധ്വികളെ എന്നാണ് വിളിക്കുന്നത് അവരെ. ഹേ സാധ്വികളെ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. ഹേ ഭദ്രകളെ, ഞാൻ കൃഷ്ണന്റെ അസാധാരണ മിത്രമാണെന്ന് നിങ്ങൾ അറിയുവിൻ. രഹസ്യകാര്യം എന്നോട് മാത്രമേ പറയുള്ളൂ. നിങ്ങളുടെ ഭർത്താവിന്റെ സന്ദേശത്തെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ സർവ്വസന്താപത്തെയും നശിപ്പിച്ച് പരമസുഖം നൽകുന്ന പ്രിയ സന്ദേശം ശ്രദ്ധിച്ചു കേട്ടോളൂ എന്ന് പറയാണ്. അപ്പൊ വ്രജത്തില് ശ്രീകൃഷ്ണന് യാതൊരു കാര്യമില്ല എന്നൊക്കെ ആദ്യമായിട്ട് ഇവര് പറഞ്ഞുല്ലോ. അതായത് നിങ്ങളെ സമാശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ശ്രീകൃഷ്ണന് വ്രജത്തില് മുഖ്യമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ പറഞ്ഞയച്ചതെന്ന് അവരോട് ഉറപ്പിച്ചു പറയാണ് ഉദ്ധവൻ. എന്നിട്ടിതാ ഭഗവാന്റെ സന്ദേശം കേൾപ്പിച്ചു കൊടുക്കുന്നു. ശ്രീ ഭഗവാനുവാച ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായുഅഗ്നിർജലം മഹി തഥാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയഗുണാശ്രയ. ഭഗവാൻ പറഞ്ഞ അക്ഷരങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. അതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ ഊഹിച്ചറിഞ്ഞോളൂ എന്നാണ് ഉദ്ധവൻ പറഞ്ഞത് അവരോട്. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ തന്നെ ഉദ്ധവൻ ഗോപികളോട് പറയണം, അരുളി ചെയ്യാണ്. ഹേ സാധ്വികളെ, നിങ്ങൾ ഒരിക്കലും എന്നെ പിരിഞ്ഞിരിക്കുന്നില്ല. ഞാൻ സർവചരാചരങ്ങളുടെ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നവനാകുന്നു. ഏതുപോലെ എന്നാൽ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാത്മകങ്ങളായ പഞ്ചഭൂതങ്ങൾ സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത് പോലെ ഞാൻ സർവപ്രാണികളുടെയും മനസ്സ്, പ്രാണൻ, ഭൂതങ്ങള്, ഇന്ദ്രിയങ്ങൾ ഇവയുടെ ഉൽപ്പത്തി സ്ഥാനങ്ങളായ സത്വാദി ഗുണങ്ങളുടെ അധിഷ്ഠാന സ്വരൂപനാകുന്നു. അതായത് മനഃപ്രാണേന്ദ്രിയാദികളെ പ്രേരിപ്പിക്കുന്ന സർവാന്തര്യാമി ഞാനാകയാൽ എന്നോട് വേർപിരിഞ്ഞിട്ടുള്ള സ്ഥിതി നിങ്ങൾക്ക് ഒരു കാലത്തും ഇല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.